ഗൈസ് ഉദിഷ്ട പിടിച്ചു രക്ഷിക്കാൻ പോണേ അതിനെ കൊന്ന് തള്ളിട്ട് വന്നൊക്കെ ബൂട്ടിയോ ചന്ദ്രന്റെ ബൂട്ടി പിന്നെ മീനെ തള്ളിട്ട് വന്നു ഓ going down, colors painting the sky. Cool breeze hitting friends laughing on the side. Rod in my hand, but the fish know the trick. Every time I think they disappear so quick. We don't care, we just vibe on the lake. Jokes make the memories we make. Water shining gold, man, this moment's so sweet. Even if we catch nothing, still feels like a treat. Hey, fishing in the sunset, feeling alright. Friends on my left and right, all laughing all night. Pulling that line like, bro, this one's big. But it's just a leaf stuck deep in the rig. Yeah, we vibing, smiling, living life. Sunset fishing with friends. This is the vibe. Someone dropped the bait, someone slipped on a rock. Someone screaming loud, thinking fish try to talk. Phone in the water, but still don't stress. Today's all jokes, pure happiness. This is the moment that money can't buy. Just silly friends under a sunset sky. Hey, we fishing in the sunset, feeling alright. Friends on my left and right, all laughing all night. Pulling that line. മൂപ്പൻ വണ്ടി തൂങ്ങി. ഇവിടെ 6 പിള്ളേർ വന്നിട്ടുണ്ട്. കാക്കനാടിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഫിഷ് നെറ്റൊക്കെ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് നമ്മള് വേറെ സ്ഥലത്തിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു മീൻ കിട്ടുന്നില്ല. ഫിഷിന്റെ ലാംഗ്വേജിൽ സംസാരിച്ച തുപ്പിട്ട പൂഞ്ഞാട്ടി വരും. അപ്പൊ ഒരു മെഡിസിൻ ഉണ്ടോ, അത് ഒളിച്ച എല്ലാ ഫിഷും മുകളിലേക്ക് വരും. നമ്മൾ എന്നിട്ട് ഒച്ച ഉണ്ടാക്കണ ഫിഷാ. എന്ത് ഒച്ച ഉണ്ടാക്കണത്? ഒച്ച ഉണ്ടാക്കണത് സ്പീക്കർ ഫിഷ്. ഇടയ്ക്കെന്നായിരുന്നു ഊരിപ്പോയെന്ന് ആർക്കറിയാം? അല്ലല്ല, ഊരി ഒന്നും പോകത്തില്ല. ഒരു ചാളയുണ്ട്. ചാളയോ? ചാള. അതാ കിട്ടെടുക്കാം. അത് ഇത് വേറെ വലിയ ഫിഷ് ഇതിന്റെ പേരെന്താ? ഉറങ്ങിപ്പോയതാ നീ? ഉറങ്ങിപ്പോയോ? ഉറങ്ങിക്കോ. അതവിടെ തന്നെ താത്തോ. ചാടി പോവും. ഇതിന്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ വന്നിട്ട് ആരടുത്ത് ലിഫ്റ്റ് കേട്ടിട്ട് ഇവിടെ വെച്ച ആരെങ്കിലും ലിഫ്റ്റ് വണ്ടി കയറി പോന്നു. പാലക്കാട് വെള്ളമില്ലേ? പെരിയ ഫിഷ്.
പഠിച്ച് പാലക്കാട് നിന്ന് എങ്ങനെ മീൻ പിടിക്കുന്നു? വെള്ളമില്ലാത്ത സ്ഥലത്തുനിന്ന്. പുതുച്ച ഞണ്ടിനെ കുഞ്ഞിനെ പിടിച്ചു നിന്നോട് ഞാൻ എന്തുണ്ടാക്കാൻ വന്നോ? കുറച്ചുകൂടി വലുതായിട്ട് വന്നാ മതി. കൈ നീ എറിഞ്ഞോ? എന്താ 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 പോയാ? നീ തുറന്നാണ് വെച്ചത്? മീൻ കെട്ടഴിച്ചെന്നോ? അവിടെ തന്നെ നോക്കണം കേട്ടോ. ഇത്തിരി അങ്ങോട്ട് നീക്കരുത്, തോളയെ കൂടി പോകും. പെട്ടക്കുന്ന വിഷ് ഗൈസ്. ലൈവ് പോയിട്ട് ഗീവ് അവിടെ അതായത് പടക്കുന്നുണ്ട്. ഒറ്റടി വെച്ചെടുത്താ ഫയർ വർക്സ് ആണോ? ഫയർ അമ്മിട്ട് പൊട്ടുന്നു. അതാ ഞാൻ ഇത്ര നേരം പറയുന്നു, നിങ്ങൾ കേട്ടിട്ടില്ല? ഇംഗ്ലീഷിൽ ഫയർ വർക്സ്. അയ്യോ ആ നല്ല ഭംഗിയുണ്ട്. കൈ ഷോട്ട്. കൈ ഷോട്ട് എന്നൊക്കെ ഗൈസ് അവൻ ഉദ്ദേശിച്ച് നിങ്ങൾ മനസ്സിലായത്. കമന്റ് ഇടൂ, കമന്റ് ഇടൂ. നേരത്തെ ഒരു സ്ഥലത്തിന് മംഗളമാണ്. മംഗളവാണം. കണിമംഗളവാണം. അതാ അതെപ്പോഴും പൊട്ടിക്കിരിക്കുന്നതൊക്കെ. അയാളുടെ അടുത്തേക്ക് നീങ്ങി പോണുള്ള അയാൾക്ക് സങ്കടമാവും. നമ്മ രണ്ടിനും സ്റ്റക്ക്. ഇത് കളയാണോ? കളയണ്ടല്ലോ. ഇത് രണ്ട് ഫിഷ് ഉണ്ട് അവിടെ ഉണ്ട്. അയ്യോ പാപം പടക്കുന്നു. എനിക്കിപ്പോ പടക്കാൻ അക്വേറിയത്തിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇതിനെ കുറച്ച് കൊണ്ടിട്ട് കുറച്ചുകൂടി ഷാർക്ക് മാതിരിയാണ്. പ്രസാദിന്റെ മൂടി പോയി കൊണ്ടുപോകും. ഓ ഇവര് ഇന്നും മുട്ടിക്കാൻ പോണേ ഗൈസ്. ഇന്നൊരു മുട്ടിയിട്ടുണ്ട്. എന്തെന്ന് ആര് ഇതെന്താ ഡബ്ല്യു ഇരിക്കല? പഞ്ചൂറൊക്കെ അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണ്. മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് എത്ര മീൻ ആശ എത്ര മീൻ കിട്ടി? 3-4 ആശക്കൊന്നും കിട്ടിയില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 4 മീൻ കിട്ടി. ഒന്നും ഉദ്ദേശിച്ച് പിടിച്ചില്ലേ? ഒരെണ്ണം വലുത്. രണ്ടെണ്ണം ഉദ്ദേശിച്ച് പിടിച്ചു. മാൻ ഓഫ് ദ മാച്ച് ഉദ്ദേശിച്ച. അതന്നെ ഫുൾ എനർജി. അതാ അവസാനം ജീവി പവർ എടുക്കും. അവസാനം ജീവി ഉദ്ദേശിച്ച് മാത്രം പിടിക്കണം. വേറെ ബാക്കി എല്ലാവരും ഇവിടെ ഫോൺ നോക്കിയിരിക്കും. അതാണ് പവർ ഹൗസ്. അത് വേണം മ്യൂസിക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നമ്മൾ ഗൈസ് കാർ എടുത്തിട്ട് ഫിഷ് മാർക്കറ്റിൽ പോയി ഫിഷ് വാങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് കഴിക്കുന്നു. എവിടെയെങ്കിലും പോയി കഴിക്കുന്നു. അൾഡ്രീമിൽ പോയി കഴിക്കുന്നു. അൾഡ്രീമ എവിടെയാണ്? അല്ല അൾഡ്രീമിൽ പോയി മന്തി കഴിക്കുന്നു. പക്ഷെ മന്തി കഴിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. ഞാൻ കുറച്ച് റൈസ് എടുക്കുള്ളൂ. ഇപ്പൊ ഗൈസ് അവിടെ വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാം പിടുത്തം കഴിഞ്ഞ് ഇനിയിപ്പം മീൻ വാങ്ങാൻ പോവാണ്. മീൻ കുറച്ച് പിടിച്ച് ഇനി കുറച്ചുകൂടി പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ വാങ്ങണ അതന്നെ സീനായി. ആശയ്ക്ക് വിശക്കുന്നുണ്ടോ? എല്ലാവർക്കും വിശക്കുന്നുണ്ട്. എല്ലാവർക്കും വിശക്കുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ മീൻ പിടിച്ച് മീൻ വാങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകും.
അൽറീം എവിടെയാ? കലൂര്. കലൂർ സ്റ്റേഡിയത്തിന്റെ അകത്തല്ലേ ഇത് അൽഡ്രീം? സ്റ്റേഡിയത്തിനകത്തല്ല, കലൂരാണ്. കലൂര്. അപ്പോൾ ഫോണിന്റെ ചാർജ് ചെയ്യാറായി, നമുക്ക് അടുത്ത vlog എടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. പിന്നൊരു വെക്കണ്ടി. ഗൈസ് അങ്ങനെ മീമായി ഗൈസ്. ഇവിടെ എന്ത് മീനാ വാങ്ങിയാ സാർ? പിലോപ്പി. എന്നാ കയറി ഓക്കെ. കയറുമോ? കയറട്ടോ? കയറുമോ? കേറട്ടോ? കേറട്ടോ? അതിന് തേരട്ടാ. കയറുമോ? ഞാൻ കയറണോ? അതൊക്കെ നേരത്തെ എടുക്കണവരും ചെയ്യും. എങ്ങനെ കഴിക്കാൻ വന്നത്? അമ്മ മറ്റേ ബിഗ് ബോസ് കാണുന്ന അനുമോളോളം ഉണ്ടാ. അനുമോള് മറ്റേ സീരിയലിലൊക്കെ ഭയങ്കര അലമ്പാ. പക്ഷെ അനുമോള് സീരിയലിലൊക്കെ ഇല്ലേ? ലക്ഷ്മി ഉള്ളതുകൊണ്ട് ബിഗ് ബോസ് തുടങ്ങി. പിന്നെ ഷാനവാസിന്റെ കുഴപ്പമില്ല. മറ്റേ ലഗിനിയത്ത് കപ്പിളിനെ പറഞ്ഞിട്ട് ഇതാക്കി. ഞാൻ എന്താ സംഭവം അറിയാൻ വേണ്ടി ഞാൻ കണ്ടു തുടങ്ങിയത്. പിന്നെ ഇവൻ കൊള്ളാം നിതിൻ. ഇല്ല നെവിൻ ഭയങ്കര അടിപൊളി. അല്ലല്ല, പക്ഷെ കളി ഭയങ്കര അടിപൊളിയാ നിവിന്റെ. കളി അടിപൊളി. കളി അടിപൊളി. ഗെയിം എന്നത് അടിപൊളിയാ. അവൻ ഭയങ്കര പ്രോവോക്കിംഗ് ആ എല്ലാരെയും. ഷാനവാസിന്റെ പാലെടുത്ത് എന്നിട്ട് ഈ പുള്ളിക്ക് ഹാർട്ടിന് ഇഷ്യൂ ഉള്ളതാ. അപ്പൊ പക്ഷെ അത് അഭിനയം അഭിനയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ അഭിനയിക്കും, ചിലപ്പോ സത്യം. ഇവര് ഷാനവാസ് വീണ് കഴിഞ്ഞപ്പോ അക്ബറും മറ്റേ ആര്യരും കൂടി പറഞ്ഞ് അഭിനയം മതി കൂടുതലാക്കല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കി. പക്ഷെ അഭിനയാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ടൊന്നും കൊണ്ടുപോയില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അപ്പൊ മറ്റേതോ ജാൻമണി തുടങ്ങിയിട്ട് ഇവന്റെ അടുത്തുണ്ട്, ജിന്റെ അടുത്തുണ്ട്. പക്ഷെ ഈ സീസൺ കൊള്ളത്തില്ല കേട്ടോ. ഫുള്ള് മറ്റേ മോൾക്കുള്ള സപ്പോർട്ടാ ഫുള്ള്. കാരണം അങ്ങനെ പറയണ്ടല്ലോ 16 ലക്ഷം രൂപയുടെ PR കൊടുക്കാൻ പോയ എന്റെ അങ്ങനെയൊക്കെ. പക്ഷെ നൂൽപ്പൊറോട്ട ഉണ്ട് 10 ഇടയ്ക്ക് വന്ന് കഴിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല. നക്കി പഠിക്കുന്നു. ഞാനൊക്കെ അമ്മേനെ വിളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കൈയിടുന്നു നക്കുന്നു, ഇതിൻ്റെ അകത്ത് കൈയിടുന്നു നക്കുന്നു. പ്ലേറ്റൊക്കെ സീൻ വരച്ച് വെച്ചേക്കുന്നതൊക്കെ അരിഞ്ഞു ഇല്ലേ? ആശം എങ്ങനെയാണ് ഫുഡ് എങ്ങനെയായിരുന്നു? ആ അതിന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ പാത്രത്തിൽ കൈയിട്ട് വരുന്നതൊക്കെ? എന്നാ അത് ഇങ്ങോട്ട് നോക്കാം. ചെറുത്തിന്റെ ഒരു പൂച്ചാണ്ടി. ആ പൂച്ചാണ്ടി മനസ്സിലായില്ല? കുറച്ച് മുമ്പ് കണ്ടില്ലേ? കൂട്ടിച്ചാത്തൻ. ആ കൂട്ടിച്ചാത്തൻ. ബുദ്ധിച്ചല്ല കൂട്ടിച്ചാത്തൻ. അല്ലല്ല അങ്ങനെ കൂലിയുടെ ഉപേന്ദ്രയുടെ ഞാൻ BGM ബാക്ക്ഗ്രൗണ്ടിൽ താരതകതി മിതത്തിന്തോം താരതകതി മിതോ താരതകതി മിതത്തിന്തോം താരതകതി മിതോം താരതകതി മിതത്തിന്തോം കണ്ണണി അങ്ങോട്ട് കളിക്ക്. ആ അതന്നെ ഇതിന്നെ ഇതിന്നെ ആ അത് ചോദിച്ച കിട്ടിയില്ല. ഒന്ന് കൈ കടിച്ചേ. തുടങ്ങി ആ തരകം സീനൊക്കെ കോങ്കണ്ണൊക്കെ
ആയില്ലേ അല്ല കാണിക്ക്. ഇനി എടുത്തില്ല ഞാൻ എടുക്കണം, ഞാൻ ക്യാമറമാനല്ലേ. എന്റെ രീതിയിൽ ഓക്കെ, ഇപ്പൊ ഇപ്പൊ എത്തോടാ ആണോ? അല്ല, നാളത്തെ കാര്യം. നാളെ നമ്മള് കടം പറയാറ് പോണു. ആ, എന്തിനാ? മീൻ ഇന്ന് പിടിച്ച മീൻ, പിടിച്ച മീന്, വാങ്ങിച്ച മീന് എല്ലാം പൊരിച്ചു. ആ, അതെല്ലാം കൂടി ആശ എന്തോ ഉണ്ടാക്കിക്കൊണ്ടുവരും. മുറിക്കുമ്പോ വീട് എടുക്കണേ, അന്നത്തെ പോലെ. ഇതൊക്കെ മുറിക്കണമെന്ന് കണ്ടായിരുന്നു മീനൊക്കെ. നീ 2 മീൻ എടുക്കൂലോ? എല്ലാം കൂടി എനക്കൊണ്ടാവൂല. അയ്യ, എത്തും വാങ്ങണ്ട. അല്ല എന്റെ അയച്ചോ. അപ്പൊ see you, bye bye, ടാറ്റാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ. അടിപൊട്ടി അടിച്ചു പൊട്ടി ബെല്ല് മറ്റേ അല്ല മറ്റേത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇതും പിന്നെ ഇതും വൃത്തിയാക്കി. ഇതും പിന്നെ ഈ കുഞ്ഞു മീനുമാണ് നമ്മൾ പിടിച്ചത്. പിന്നെ വേറൊന്നും കൂടി പിടിച്ചിന്. അത് പക്ഷേ അതിനെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു, അതുകൊണ്ട് ഞാൻ മുറിച്ചില്ല, അത് കളഞ്ഞ്. അതെന്തോ ഒരു മീനാണ്, അത് എന്തോ ഒരു സുഖമില്ല. ബാക്കി മീനെല്ലാം നമ്മൾ വാങ്ങിച്ചതാണ് ഗൈസ്. ഇത്രയും നമുക്ക് കിട്ടിയുള്ളൂ പ്രാവശ്യം പോയിട്ട്. മസാല വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലിട്ട് വെക്കാം. ഇതിലെന്താന്നറിയോ ഗൈസ്? ഇതിൻ്റെ അകത്ത് നിറച്ച മീനാണ്. കപ്പൽ അവള് തെറി വിളിക്കുന്നു ഗൈസ്. എന്തെന്ന് അഥവാ അറിയാണ്ട് ഉന്തി പോയാലോ? കുഴപ്പമില്ല, അവിടെ കിടക്കുന്നുള്ളു, മുങ്ങിയൊന്നും പോകില്ല. ഇവിടെ കുറെ ആൾക്കാർക്ക് പോയി നോക്കിട്ടാണ്. അത് കയ്യിലുള്ളത് മാത്രം ഇവിടെ വെച്ചു. അതന്നെ, അല്ല കുഴപ്പമില്ല, ഇത് പാരഷൂട്ട്. അതിന്റെ പേര് അങ്ങനെ തന്നെയാ, പാരഷൂട്ട്. നടത്തിട്ട് തുടങ്ങിയതാ. അത് അത്യാവശ്യം നല്ല കോമഡി ആയിരുന്നു. പാരഷൂട്ട് പാന്റ് അതിന്റെ പേര്. അതാ പറഞ്ഞു. ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ട് വന്നോണ്ടിരിക്കുക. കടമ്പറയാറ് വന്ന് ഉദ്ദേശിക്കുന്ന ആ മരത്തിന്റെ താഴെ ഇരുന്നിട്ട് പടയ്ക്കാന്നാണ് വിചാരിക്കുന്നത്. എന്ത് പടയ്ക്കാൻ? നമ്മള് ഇന്നലെ പിടിച്ച മീൻ വറുത്ത് കൊണ്ടിട്ടുണ്ട്. എല്ലാരും വറുത്തോണ്ടുണ്ട്. ഞാൻ വറുത്തോണ്ടുണ്ട്, ജിയോ വറുത്തോണ്ടുണ്ട്, ആശ വറുത്തോണ്ടുണ്ട്. ഞാൻ മേടിച്ചത് വങ്കട ഫിഷ്. വങ്കട ഫിഷ്, വങ്കട പിലോപ്പി. ആശ എന്താ ആശ പിലോപ്പി പ്ലസ് ബഫർ ഫിഷ്. ബഫർ ഫിഷ് എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. ബഫർ ഫിഷ്, അതിനെ പറ്റി 2 വാക്ക് പറയൂ. തന്നെ മുറിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ കത്തിനെ കൊണ്ട് അടിച്ചടിച്ച് അതിന്റെ ബ്രെയിൻ എല്ലാം പുറത്തായി. പിന്നെ മീൻ എന്താ മുള്ളു മാത്രം ഉള്ളെന്ന് വിചാരിച്ചാ നീ? എന്തെങ്കിലും കുറച്ച് എന്തോ സാധനം ഉണ്ടാവും. ഇതിങ്ങനെ മറ്റേ സ്മോൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടില്ല, അതുപോലത്തെ നൂഡിൽസ് പോലത്തെ സാധനം അതിന്റെ ഉള്ളിൽ കിട്ടിയത്. ഓ, അപ്പൊ നീ ഇത്ര ആദ്യമായിട്ടാണ് മീൻ ഉണ്ടാക്കണേ? അല്ല, ഞാനൊരു മത്തി അയിലല്ലേ മുറിച്ചിട്ടുള്ളൂ. ഇങ്ങോട്ട് മീനൊന്നും ഞാൻ മുറിച്ചിട്ടില്ല. മത്തിക്ക് ഉണ്ടാവോ? ഉണ്ടാവൂലേ? ചെറിയ സാധനം, എന്തോ ഉള്ളു കുറച്ച്. അത് ചെറിയ മീനല്ലേ മത്തി. മത്തി ചെറിയ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഇതിന് എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ വെച്ചാ പോരെ? ഇവിടെ പോരാടാ. അടി ഇരിക്കണോ? അവിടെ ഇരിക്കാൻ പറ്റുമോ? ഒരാളെ മോളി, നീ കയറി, മോളി കയറി. ഇതിന്റെ മുകളിൽ ചൊറിയാൻ പോകും. എന്താ കേറണില്ലേ? ആരെവിടെ? ഓഹോ, ഓ മറ്റേ എന്താ സാധനം ഉണ്ടല്ലേ, ട്രെൻഡിങ് പൂവല്ലേ തലയിരിക്കുന്നത്? ചെമ്പകോ? ചെമ്പരത്തി. ഇതാണോ പെണ്ണാണോ? എനിക്ക് ഫ്രണ്ടാ ഇഷ്ടപ്പെട്ടെ, സൈഡ് കൊള്ളത്തില്ല.
ഒരു ഭയങ്കര നാച്ചുറൽ ലുക്ക്. നാച്ചുറൽ അല്ലേ നല്ലത്. അങ്ങനെയല്ല, എല്ലാ കുരുവെല്ലാം കാണുന്നു. നിന്റെ കോമഡി പറഞ്ഞേ. ഇന്നലെ ഞാൻ എന്റെ കോമഡി ഇട്ടിട്ട് 1 മണിക്കൂർ തിരിച്ചു നോക്കി. ജീവിയുടെ കോമഡി പറഞ്ഞേ. ജീവിയുടെ കൂടെ മറ്റേ ലിഫ്റ്റ് അടിച്ചു പോണത്. കിടിലം പോട്ടെ. അത് ഫിഷ് കാറില് ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ സീറ്റ് ബെൽറ്റ് എല്ലാം വഴുകി പോകും, ഇടാൻ പറ്റില്ല. സാധനം പൊട്ടിക്ക്. ഇന്നലെ ജീവി ഉറങ്ങിയില്ല. എന്നിട്ട് ചിരിച്ചിരിച്ച് 2 മണിക്കൂർ ഇരുന്ന് തിരിയായിരുന്നു ഒറ്റക്കിരുന്ന്. വെള്ളം കുടിച്ച് ഓക്കെ ആക്കിയ ബഫളോ മരത്തിന്റെ ഇവിടെ ഇരിക്കാനാ അവിടെ ഇരിക്കാനാ എവിടെ അവിടെ ഇരിക്കാൻ പറ്റും. കല്ലുണ്ട് ആ മരത്തിന്റെ തമ്മിലിരിക്കാൻ വിചാരിച്ചേ. ഇതിപ്പോ നീ മാത്രമേ ഇരിക്കുന്നുള്ളൂ. സൗണ്ട് സ്ഥലം പിടിക്ക്. ശാസ്ത്രലായിരുന്നു നല്ലത്. മരമായിരുന്നു നല്ലത്. എവിടെ ഇരിക്കുക? എന്നെ കൊണ്ട് നേരത്തെ കുത്തിയോ കട്ട് ചെയ്യണം. ഇല്ലില്ല, ഇതായിരിക്കും ഫസ്റ്റ് വരാൻ പോണത്. ഇതാരുണ്ടാക്കിയത്? എല്ലാം തുറക്കും പതുക്കെ തുറക്കും. അല്ല, ഓരോന്നോരോന്നു ഏതായിരിക്കും ഏറ്റവും നല്ലത്? അത് എന്തായാലും ആശാവട്ടെയായിരിക്കും. ഏറ്റവും നല്ല ലാസ്റ്റ് കഴിച്ചാൽ പോരെ? അല്ല, ഫിലോപ്പി കുഴപ്പമില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയ ഈ മീൻ ഞാൻ കഴിച്ചിട്ടില്ല. എന്തായി? എന്താ ലാസ്റ്റ് കഴിക്കാം. അല്ല, അങ്ങനൊന്നുമില്ല. എന്താ സംഭവിച്ചത്? ഉടഞ്ഞു പോയാണ്. ഓ, ഇതെന്താ ബീഫ് കറിയാ? ബീഫ് കറി ഒന്നുമില്ല, ഫിഷ് കറി. അത് കുറച്ച് ടൈറ്റ് ആയിരുന്നു. ഫിഷ്, വങ്കട ഫിഷ് കുറച്ച് ഇത് മരം ഉണ്ടാക്കി. ഓ, ഇതെന്ത് സവാള ഇട്ട്. ഓ സീൻ. അതെന്തിട്ട് വെള്ള സാധനമൊക്കെ സവാള എടുത്തു കൊടുത്തു. ഓരോന്ന് കഴിച്ചിട്ട് എങ്ങനെ കുറച്ച് ടൈറ്റ് ആയിരുന്നു ഫിഷ് മീറ്റ് അല്ലേ? എപ്പോഴെടുക്ക് എല്ലാവർക്കും ജീവിയുടെ മതി എന്നൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇത് ടേസ്റ്റ് കുറവായിരിക്കും. ആര് പറഞ്ഞു നോക്കട്ടെ. തമിഴ്നാടൻ സ്റ്റൈൽ. ഇതെന്താ കറിയാ? ആ, അത് ഫിഷ് കറിയിലിട്ട് ഫിഷ്. ജീവ കഴിച്ചിട്ട് കേരള ടേസ്റ്റ് ഒക്കെ. അങ്ങനെന്താ കേരള ടേസ്റ്റ്. ആ, ഇത് വങ്കട ഫിഷ്. ഇവിടെ കൊള്ളാലോ. ബാക്കിയൊന്നും കഴിച്ചില്ല. എടുക്ക് ജഗത്തെടുക്ക്. ഇത് നെയ്മീനാ. അല്ലേ, വങ്കട ഫിഷ്. അടച്ചേക്ക്. അങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഉദിച്ചേ. നമ്മൾ ഇന്നലെ പിടിച്ച മീൻ ഏതാ? ഇത് കറി വെച്ചതാ. ആ, ഇത് കറി ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നലെ 2 പിടിച്ചില്ല ആ മീൻ. നമ്മൾ പിടിച്ച മീൻ ഇതാ ഇതില്ലേ? അതാണ് ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഇതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഫിലോപ്പി അല്ലേ? അല്ലല്ല. ആയി കൊള്ളാം. ഉപ്പ് നൈസ്. ഭയങ്കര മണമായിരിക്കും കേട്ടോ. വായിക്ക്. വായ നല്ല മണമായിരിക്കും. ഇതില് സവാള ഉണ്ട്, വേണമെങ്കിൽ എടുക്കും. മുള്ളൻ ഉള്ള നല്ല ടേസ്റ്റ് അല്ലേ? നല്ല രസമുള്ള മീനാണ്. എന്റെ ചേച്ചി കുറച്ച് വലിയ ഫിഷ് കിട്ടിയിരുന്നു. എന്നിട്ട് ഗർഭിണിയായപ്പോ കഴിക്കാൻ തോന്നിയ മീന് മുള്ളനാണ്. ഈ മീനാ ഇതാണ് നമ്മൾ ഇന്നലെ പിടിച്ചത്. ഇത് ചെറുത് ഇത് ടേസ്റ്റ് ഉണ്ടാവും. അതാണ് തപ്പ. ഇതാ ഇതെല്ലാം വേറെ വേറെ മീനല്ലേ? ഇത് നമ്മൾ പിടിച്ചത്. ഇത് നല്ല കട്ടിയുള്ള ഫിഷാണ് ഞാൻ വാങ്ങിച്ചത്. അല്ലേ, മീറ്റ് ഭയങ്കര കട്ടിയാ. ഉടഞ്ഞു പോകില്ലായിരിക്കും. ഇരിക്കുമല്ലോ ഒരു ഉറുമ്പുണ്ട്. ഓ, കേറും, സാൻഡ്രി കേറും. എന്താണ് കണ്ടിട്ട്? ചോലൻ ഉറുമ്പ്. ഇത് സീനാ, ഇത് സീനാ. എടുത്തു ഇത് പിന്നെ തിന്നറാ. ഒന്നും കൂടി ഉണ്ട്, ഒരു വലിയ മീന്. വലിയ തിലോപ്പിയും കൂടി ഉണ്ട്. ഓ സീൻ. ബ്രെഡ് കൂടി വാങ്ങണ്ടായിരുന്നു. ബ്രെഡ് കൂട്ടി കഴിക്കായിരുന്നു. എന്തൊക്കെ മസാല ഇട്ടിന്? ഏറ്റവും അടിപൊളി. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മങ്കടെ അത് മീറ്റ് മാത്രമാണ്. മീറ്റ്, അതാ മീറ്റ് കുറേ ഉണ്ട്. ബീഫിന്റെ ആര്യയുടെ ആരോ വന്നു. സത്യം. ബ്രെഡും കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം കഴിക്കണ്ടായിരുന്നു. അയ്യോ എൻ്റെ ഉറുമ്പടിച്ചേ. ഇത് ഉടുപ്പിച്ച് നോക്കുന്നത് കാണുമ്പോ ഒരു കള്ളം ലുക്ക്. ഇതൊക്കെ എങ്ങനെ അറിയാം? സാധനം കളിക്കുന്നു മറ്റേ പട്ടിയുടെ നിർത്തിന്നാല് എവിടെ നിർത്തിപ്പോയി ഗൈസ്. അവിടെ കളിയായിരുന്നു അസ്കിന്നൊക്കെ. നമുക്ക് കളിച്ചാ വേറെ കോഴി ഇറങ്ങിയല്ലേ ഇപ്പൊ? കോഴിയുടെ ഇറങ്ങി. കോഴി ഇറങ്ങി.
കോഴിയുടെ എന്തിറങ്ങി? കോഴിയുടെ ഡാൻസ്. കോളീന്റെ കോളി പാതിരാക്കോളി. പാതിരക്കോളി പാതിലാ കോഴി. എല്ലാം കൊള്ളാട്ടോ. ഗൈസ് ഇവൻ ബ്രാഹ്മണ ഗൈസ്. മീൻ കഴിക്കുന്നു. അതിന് പകരമാണ് ബാഗ് ഇട്ടിരിക്കുന്നത്. കഴിച്ചിട്ടിടും. എന്ത് ചെയ്യാ? എല്ലാവരും അങ്ങനെ ഇടണോ? നിർബന്ധമുണ്ടോ? ഞാൻ ഇട്ടിട്ടില്ലല്ലോ. പക്ഷെ എന്തായാലും പ്രശാന്തിന്റെ വീട്ടിലുള്ളവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇത്ര സപ്പോർട്ടല്ലേ നിങ്ങൾക്ക്? ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് ഇടണം. വീട്ടുകാർ നിർബന്ധിച്ചു തന്നെ, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടുകാരെ propaganda. പറഞ്ഞ ഇഷ്ടമല്ലെന്നൊക്കെ. അങ്ങനെയല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവര് നോൺ വെജ് കഴിക്കത്തില്ലല്ലേ? എന്തെങ്കിലും പൂജയൊക്കെ വരില്ലേ, അതില് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ ഞാൻ വലുതായി കഴിഞ്ഞിട്ട് ആ സാധനം നിർത്തല. പാർട്ടിസിപ്പേറ്റ്. അല്ല, എനിക്കൊരു ഡിസിഷൻ എടുക്കണ ഇതുണ്ടാവില്ലേ, ഞാനായിട്ട് പൂജ നടത്തത്തില്ല. അവര് നടത്തുന്നതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തുള്ളൂ. അവര് കഴിക്കത്തില്ലല്ലേ നോൺ വെജ് ഒന്നും? കഴിക്കും, അച്ഛൻ കഴിക്കും. അയ്യോ, ഒരു പാത്രം കൂടി ഉണ്ടാവും. അല്ല ഇത് കഴിയട്ടെ ഒരു പാത്രത്തിൽ കഴിക്കരുത്. അത് കഴിയട്ടെ. അതില് ഗ്രേവി, ഇതിന്റെ അകത്ത് ഗ്രേവി മിക്സ് ആക്കി. ഇത് വലിയ മീനാ, ആ ഇന്നലെ ഉടച്ചിട്ടല്ല ഞാൻ വെച്ചേ. വാലെല്ലാം മുറിച്ച് കൊടു, ഞാൻ വേണമെങ്കിൽ പിടിക്കാം. ഇത് തുറക്കും. എത്ര കഴിക്കണേ? കഴിക്കണ്ട്. ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുക്കാം. കൊടു. ഇല്ല നീ കഴിക്കും, ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ മീൻ വന്ന് കഴിക്കുന്നു. അത് കഴിഞ്ഞ ഡാൻസ് ഡാൻസ് കഴിഞ്ഞില്ല. ശരാ. ഇത് വീഡിയോ എടുത്തു. ആശാന്റെ ആശാന്റെ വലിയ പീസ്. ഫേസിന്റെ സെയിം സൈസ്. അതന്നെ. ഈ വേറെ എടുത്ത് കഴിക്കാം, എന്നിട്ട് അങ്ങനെയുണ്ടെന്ന് പറ. ഓക്കെ. അത് ചിലപ്പോ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താ വലിയ മീനാണ്. ഓ ചെറിയ മീനാണ് ടേസ്റ്റ്. പൊക്ക്. ഇതാ യമ്മി. ലെയർ മസാല ലെയർ എനിക്ക് ഇഷ്ടമായി. ഉള്ളി ഇത്രയോ? ഉള്ളിലത്തെ മീറ്റ് നല്ല മീനിന്റെ ഫ്രഷ്. ബ്രെയിൻ. മീൻ്റെ ബ്രൈ. ഇത് കണ്ട പെട്ടെന്ന് കഴിക്കാൻ ഇനി കൊറേ ബുദ്ധി കിട്ടും. അതാ മീൻ്റെ ബുദ്ധിയല്ലേ? മീനിന്റെ ബുദ്ധി കിട്ടിയിട്ട് പെട്ടെന്ന് ചാടും വെള്ളത്തിൽ. അതും പിടിക്കപ്പെട്ടു. വീണ്ടും പിടിക്കപ്പെടും. കുഞ്ഞു മീനാണ് ഗൈസ് ടേസ്റ്റ്. ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടു. ഒരു ബാർബിക്യൂടെ സോസ് പോലെ മുകളിലൊക്കെ ആയിട്ടില്ലേ? മുളക് എല്ലാം മാഷയുടെ വാഴയില കിട്ടിയില്ലെങ്കിൽ അടിപൊളി ആക്കായിരുന്നു. കുറച്ച് ഉള്ളിയിലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല സോഫ്റ്റ് മീറ്റ് അതിന്റെ. മീനെ തിരിച്ചെടുക്കും. സീമീൻ അടിപൊളി കേട്ടോ. ഇതെന്താ വെച്ചോ? ഫുൾഫിൽനെസ്. അരേ വാ വാ വാ. നല്ല ടേസ്റ്റ് ഉണ്ട്. സവാള. നമ്മളിത് പുറത്തു പോയി കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പൈസ തരും. 300. ഒരു പീസിന് തന്നെ അല്ല, ഒരു പീസിന് തന്നെ 100 വരും. 400 മതിയാവൂല. വലിയ മീനല്ലേ? വാങ്ങിയ എത്ര? 130. 130-ന് 5. 5 മീൻ. നീയല്ലേ തീരുമാനിച്ചത് വാങ്ങിച്ചിട്ട് പോകാൻ? നല്ല തീരുമാനം. ഞാനും വിചാരിച്ചതാ. കാരണം മീനൊന്നും കിട്ടിയില്ലെന്ന്. പക്ഷെ ആ മീൻ അത്ര ടേസ്റ്റ് ഇല്ല അല്ലേ? എന്നാലും ഇവള് തവള മീനൊക്കെ ഒന്ന് കറി വെച്ചില്ല ഗൈസ്. അയ്യോ അത് ശരി. ഷാറെന്ന് പറഞ്ഞാൽ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നല്ലേ? ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. എനിക്ക് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുറിച്ചേനെ. പക്ഷെ എനിക്ക് പേടിയായി അത് മുറിച്ചു. ഒറ്റക്കുള്ള പറ്റുന്നില്ല. ഫ്രോഗിന്റെ സെയിം സ്കിൻ അതിന്റെ. ഐ തിങ്ക് ഫ്രോഗിന്റെ ഫസ്റ്റ് ലെവൽ ഓഫ് ദ ഫിഷ് തോന്നിട്ടുണ്ട്. ഫസ്റ്റ് ലെവറാ? ഫസ്റ്റ് ലെവൽ. ഫസ്റ്റ് ലെവൽ. എന്ത് അവിടെ അത്ര നാച്ചുറൽ പ്രോസസ് ആണ്. മീൻ അടിപൊളിയായിരുന്നു. ആ ഇരിക്കുന്നു. മറ്റേ ഫെറോസിന്റെ വീഡിയോ. ഫെറോസോ? മുളകുപൊടി. നിങ്ങളുടെ മുളകുപൊടി മാത്രമായി പോയി. തല. നിങ്ങൾ തല വെച്ചിട്ടുണ്ടോ ഗൈസ്? ഇതുണ്ടോ തല? ആ പാട്ടും കൂടി നോക്കി പഠിക്കാം.
കിട്ടുള്ളല്ലോ. ഇപ്പുറത്തെ ഒരു കണ്ണ് എടുക്കില്ലേ? ഓ ഗൈസ്, നിങ്ങൾ കണ്ണ് വെച്ചിട്ടുണ്ടോ? ഇതാണ് മീൻ്റെ കണ്ണ് വെക്കുവന്ന്. കണ്ണൂർ ഇനി ആശയത്തിന്റെ കണ്ണിന് 10x സൂം. അതല്ല ഭൂമി കാണിക്കുമോ? ജി വിജയ് കാണിക്കുന്നു. അയ്യോ കണ്ടില്ല. ഒന്നൂടെ. ഓ അങ്ങോട്ടോടാ ഒരുപാട് ഓരോരുത്തരും വിജയ് കാണിക്കുന്നില്ല. എനിക്കറിയില്ല ഞാൻ വിജയ് കാണിക്കും, എനിക്കറിയില്ല കാണിക്കും. ഇങ്ങനെ തട്ടിട്ട് ഇങ്ങനെ വായിക്കിട്ടാണ്. തട്ടി വായിക്കേറ്റ്. അത് ഫ്രണ്ടില് എങ്ങനെയാ എനിക്കറിയില്ല. അത് കൊടു. പട്ടാണി പറിക്കാനല്ലേ പറഞ്ഞു. അത് ഓർമ്മിറ്റ് പ്രോട്ടീൻ അല്ലേ പിന്നെന്താ കഴിക്കാത്ത? എണ്ണയില്ലേ? അല്ല എനിക്ക് വേണ്ട, വേണ്ട. അങ്ങോട്ട് അന്ന് എനിക്ക് ബാക്കി വെക്കോ. അങ്ങോട്ട് വാ. 4 ഉണ്ട്. പെരുന്നാളിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മൾ ആ പെരുന്നാൾക്കും പോയിരിക്കും. കല്യാണം വീടാന്ന് വേണ്ട. ഇല്ല, വെടിക്കെട്ടൊക്കെ ഉണ്ട്. ആണോ? ഇവിടുത്തെ ആൾക്കാരൊക്കെ വീട് പൊട്ടിക്കും. നല്ല സ്ഥലല്ലേ? ഒരു ഫോട്ടോ എടുക്കാം എല്ലാരും. ആ അതെവിടുന്ന് എടുക്കാൻ? സെൽഫി എടുക്കാം. എവിടുന്ന്? അവിടുന്ന് എടുക്കാം. അല്ല ഇവിടുന്ന് എടുക്കാല്ലേ? ഇവിടുന്ന ഭംഗി മതിയാക്കോന്ന്. ഇല്ല, എടുത്തു വന്നിട്ട് ഞാൻ എന്റെ അടുത്ത് അത് വേണമെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ ആണത്. അല്ല വീഡിയോ ഫോട്ടോ തൂറി എന്റെ അമ്മച്ചി കാള നോക്കുന്നു നിന്നെ ക്യൂട്ട്നെസ് എറിഞ്ഞിട്ട്. എന്താ ക്യൂട്ട്നെസ്സിന്റെ? നമ്മളിപ്പോൾ വീഗാലാൻഡ് വരെ വന്നു, ഓടിച്ചിട്ട് വരാന്ന് വെച്ച് നമ്മൾ റൈഡ് പോവുകയാണ്. അതാണ് ഗൈസ് വീഗാലാൻഡ്. ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ആൾക്കാര് ലെഫ്റ്റ് വാ, എങ്ങോട്ട് വാ. പഠിച്ച് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഒക്കെ ഗൈസ്. ഇവളെ ഞങ്ങൾ എന്തിനാ പഠിപ്പിക്കണെന്ന് അറിയോ? ഞങ്ങൾക്ക് ഇവളുടെ ബാക്കി ഇരുന്ന് പോകാൻ. അണ്ടർ അതാണ് ശരിക്കും ഇപ്പോഴത്തെ വണ്ടിയുടെ ഫസ്റ്റ് സെക്കൻഡ് ഇടയിൽ മിനിമയിലാക്കി അത് പിന്നെ പഠിക്കാം. തിരിച്ചു വന്നിട്ടിട്ടാ മതി. ഇതിപ്പോ പോട്ടെ. ഗഡിയുടെ വണ്ടി ഒന്ന് സൂക്ഷിച്ചോട്ടാ. സ്ലോ ഓ അതിന്റെ ഇടയില് പോസ്. നീ നേരമൊക്കെ റെഡി. അവള് പോസ് ഇടണ ഇടയിൽ. അയ്യോ ലെഫ്റ്റ് 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 ലെഫ്റ്റ്. അയ്യോ എന്റെ വണ്ടി, എന്റെ വണ്ടിയാ. ഞാൻ നിർക്കണ വർഷത്തിൽ ഓ ഒറ്റക്കൊക്കെ പോള്. നേരെ സൂത്തല്ലേ? നേരെ നേരെ
ഗഡിയുടെ വണ്ടിക്ക് ഒരു ചായ ഉണ്ടല്ലോ, അങ്ങോട്ടാണല്ലോ. അവിടെ പാർക്ക് അറിയട്ടെ ചെല്ലി. അത് നീ പയ്യെ വിട്. ഇങ്ങോട്ട് പൊക്കും താൻ എന്താ പറയുന്നത്? ഓടക്കകത്ത് പോയേ റോഡ് അതാ അവിടുന്ന് വണ്ടി നടക്കൊണ്ട് നിർത്തിയടാ. അതന്നെ 70 രൂപയുടെ പഴുപ്പുണ്ട്. അറ പൈനാപ്പിളിന്റെ പഴുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ലാഭിച്ചു. അത് 40 രൂപ. എല്ലാവരെയും സ്കൂപ്പ് തന്നെ. അവിടെ വെടിക്കിട്ടുണ്ട്. ആ കപ്പേള പെരുന്നാളെ ഞെക്കിയിട്ട് മേലോട്ടാക്കണ്ട, മേലോട്ടാക്കുമ്പോ ഞെക്കണ്ട. എല്ലാ തോർന്നും ഇങ്ങനത്തെ ഉണ്ടാവുന്നോ? താക്കാൻ ഒന്ന് മേലോട്ടാക്കി ഞെക്കി. അപ്പൊ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടാ ബ്രേക്ക്. ഓക്കെ അല്ലേ? ഇത് കുറച്ച് ശക്തി കൊടുക്കണല്ലോ. തന്നാല് വരില്ല. അയ്യോ, ആ കാറിന് ഇടിക്കോ ഇല്ല. അപ്പുറത്തല്ലേ അവനും വരെ ഇങ്ങനെ തന്നെ പോകും. നമുക്ക് വണ്ടി ഓടിക്കുമ്പോ ഏറ്റവും അറിയാം, ഇപ്പൊ സ്കൂട്ടർ ആണെങ്കിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര പയ്യെ എങ്ങനെ ഓടിക്കുന്നതാണ്. ഞാൻ കാർ ഓടിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒറ്റക്കെ ഉണ്ടൊക്കെ 5 പോലെ പോകുന്നില്ല, 2 പോകുന്നത്. എന്ത്? ആ കാർ ബാക്കിൽ എല്ലൊട്ടിച്ചല്ല. ഇവിടെ വരുന്നവരെല്ലാരും പഠിക്കും, മിക്കവരും പഠിക്കാനാണ്. ഇപ്പൊ റോഡിന് നടുക്കായിരിക്കണം നമ്മ. കുറച്ച് ഓടിക്ക്. അയ്യോ, ഇനി ക്ലച്ച് വിട്ടു മെല്ലെ ബ്രേക്ക് പിടിക്കണം. അല്ല, ഓടിക്കല്ലേ. വണ്ടി ഓടിക്കണോ നിർത്തണം. ട്രെയിനിന്റെ ഇനി ട്രെയിനിന്റെ ബോഗി. ട്രെയിനിന്റെ ബോഗി അതിലുണ്ടെങ്കിൽ പിന്നെ ഒരു ഐഡിയ കിട്ടിയത്. ബൈക്കിന് നീ ക്ലച്ച് പിടിക്കാറില്ലേ? നീ ഗിയർ ഇന്നലെ മാറ്റിയപ്പോ അതേപോലെ പ്രാക്ടീസ് ആയല്ല. നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഇത് ഫുള്ള് തെറ്റിപ്പോകും. കറക്റ്റ് ആയിട്ടാ പിടിക്കണം. അത് ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കുന്നോണ്ടായിരിക്കും. സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടല്ലോ, സ്പീഡ് കൂട്ടണം. കൂട്ടിക്കോ. ഫോർത്ത് ലിഫ്റ്റ് എന്നൊക്കെ പറയണില്ലേ, അത് വെർച്വൽ കരയുമ്പോ എല്ലാത്തിനും കരയുമ്പോ ഗിയർ മാറ്റി കൊടുക്കണം കേട്ടോ. മുകളിലേക്ക് പ്രസ് ചെയ്യാ. പ്രസ് ചെയ്യ്. പിന്നെ മാറ്റ് മേലോട്ട്. ഈ ക്ലച്ച് മാറ്റ്. ക്ലച്ച് വിട്. അങ്ങോട്ട് കാക്ക കാക്ക. ഓ, ആ പെണ്ണ് പോണ നോക്ക്. ഇത് ചെയ്യുമ്പോ ആക്സിലറേറ്റർ കാലെടുക്കണം. പയ്യെ പയ്യെ പയ്യെ. പൊട്ടെ പൊട്ടെ പൊട്ടെ. സെക്കൻഡ് ക്ലച്ച് അടിച്ച് ഗിയർ ഡൗൺ ചെയ്യ്. കാറ്റേക്ക്
before if things get really hard.